മലപ്പുറം തേൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി. തേൾപ്പാറ കുറുമ്പ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടിപ്പെട്ടത്. ജനവാസ മേഖലയിൽ കരടി ശല്യം രൂക്ഷമായതോടെയാണ് വനം വകുപ്പ് കൂട് വെച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ ക്ഷേത്രമുറ്റത്ത് കൂടെന്നൊക്കെ പറയുമ്പോൾ ജനവാസ മേഖല, അവിടേക്ക് ഈ കരടിയുടെ വരവ് സ്ഥിരമായിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തേൾപ്പാറ മേഖല വനത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഈ കരടിയും മറ്റും ഇറങ്ങുന്നതിന്റെ പരാതികൾ ഒരുപാട് വന്നിരുന്നു. ഈ മേഖലയില് കർഷകർ തേൻ കൃഷി ചെയ്തിരുന്നു, തേൻകൂടുകളൊക്കെ വെച്ചിരുന്നു. അപ്പൊ ഈ തേൻകൂടുകളിൽ നിന്നെല്ലാം തേന് എല്ലാ സമയത്തും കാണാതാവുക, അതുപോലെ അമ്പലത്തിന് വെച്ചിരുന്ന വിളക്കിലെ എണ്ണ അത് ആരോ കുടിച്ച് പോവുക, അതിൽ കാണാതാവുക, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് വനംവകുപ്പ് നടത്തിയ നിരീക്ഷണത്തിലാണ് കരടിയാണ് ഇത് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. അതിനെ തുടർന്നാണ് കരടിയെ പിടികൂടാൻ അവിടെ ഒരു കൂട് ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് സ്ഥിരമായിട്ട് കരടി വരും എന്നുറപ്പുള്ളതിനാൽ അതിന് മുറ്റത്ത് സ്ഥാപിക്കുകയും കഴിഞ്ഞ ദിവസം രാത്രിയോടെ കരടി അതിൽ പെടുകയും ചെയ്തു. രാത്രി തന്നെ വനംവകുപ്പ് കരടിയെ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ വരാനോ മറ്റൊരു രീതിയിലൊരു സംഘർഷങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു സമയം കൊടുക്കാതെ കരടിയുമായി വളരെ വേഗത്തിൽ ഉൾക്കാട്ടിലേക്ക് വനംവകുപ്പ് നീങ്ങിയിട്ടുണ്ട്. ഉൾക്കാട്ടിൽ തുറന്നുവിടുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം അവരെ സംബന്ധിച്ച് വലിയ ഭീഷണിയായിരുന്നു അവരുടെ കാർഷിക വിളകൾക്കും അതുപോലെ തന്നെ അവരുടെ സ്വൈര ജീവിതത്തിനൊക്കെ ഈ കരടിയുടെ സാന്നിധ്യം. അതിലൊരു ആശ്വാസം ലഭിച്ചത് നാട്ടുകാരെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വലിയ സമാധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് നിലമ്പൂർ DFO ധനിത് ലാലിന്റെ വാക്കുകൾ കേൾക്കാം. അതിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇന്നലെ രാത്രിയാണ് ഈ തേൾപ്പാറയിൽ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിൽ കരടി കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ആതിരപ്പള്ളിയിലെ ആനയെക്കുറിച്ച്. അനുമോദ് തന്നെ അതിൻ്റെ കുറേ വാർത്തകൾ നമുക്ക് നൽകിയിരുന്നു. പക്ഷേ ആ ആനയുടെ ആരോഗ്യാവസ്ഥയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് വീണ്ടും പഴുത്തതായി കണ്ടിരുന്നു. അപ്പോൾ ആ ആനയെ ഇനി എങ്ങനെ ചികിത്സ കൊടുക്കുമെന്നതാണ് ഇവരും ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഈ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. സെൻട്രൽ സർക്കിൾ CCFന്റെ നേതൃത്വത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ചികിത്സയ്ക്കായി കോടനാട്ട് പ്രത്യേക കൂട് നിർമ്മിക്കും. കൂട് നിർമ്മിക്കാൻ ആവശ്യമായ യൂക്കാലി മരങ്ങൾ മൂന്നാറിൽ നിന്ന് എത്തിക്കാനുള്ള നടപടിയും തുടങ്ങി. വീണ്ടും മയക്കുവെടി വെച്ച് ആനയെ കോടനാട്ടേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. മുറിവേറ്റ ആനയെ പിടികൂടാൻ കുങ്കി ആനകളെയും എത്തിക്കും. വെള്ളിയാഴ്ച ദൗത്യം ആരംഭിക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്.